സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നൊരു ചിന്ത എന്ന് പറയുന്നത്, ഇന്ന് പ്രത്യേകിച്ച് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ജൂലൈ 25. പ്രത്യേകിച്ച് ഏറ്റുമാനൂർ ഏരിയയിലൊക്കെ സ്കൂളുകൾക്ക് അവധി കൊടുത്തതാണ്. പ്രത്യേകിച്ചും അവധി കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വലിയ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ശ്രദ്ധിക്കണം. ആ ഒരു ആഗ്രഹത്തോടെ ആയിരിക്കാം സർക്കാർ ഇന്ന് ഇവിടെ ഈ മേഖലയിൽ അവധി പ്രഖ്യാപിച്ചത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അവധി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തമാശയായിട്ട് പറഞ്ഞത്, ഇന്ന് സർക്കാർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തീർച്ചയായും നല്ല വെയിലായിരിക്കും. ഈ വെയിലത്ത് തന്നെ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒത്തിരിയേറെ സംവിധാനങ്ങളുണ്ട് അല്ലേ? ഈ കാലാവസ്ഥ നിർണ്ണയിക്കുവാനും അതുപോലെ തന്നെ എപ്പോൾ മഴ പെയ്യും എപ്പോൾ മഴ പെയ്യില്ല എന്ന് പറയാനൊക്കെ ഒത്തിരിയേറെ സാങ്കേതികമായിട്ട് നമ്മൾ വളർന്ന ഒരു സമയത്താണ്. പക്ഷേ അങ്ങനെയുള്ള സമയത്തും നമ്മുടെ നിഗമനങ്ങൾ തെറ്റിച്ചുകൊണ്ട് പ്രകൃതി ഇതുപോലെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല, പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് അല്ലേ? ഈ സൃഷ്ടാവാണ്, പ്രകൃതിയുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് കർത്താവാണ്. ആ ദൈവം നിശ്ചയിക്കാതെ ഒന്നും നമുക്ക് സംഭവിക്കില്ല. ഇന്ന് ഹൈവേയുടെ സൈഡിലൊക്കെ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അത് ആരംഭിച്ച സമയത്ത് കോൺട്രാക്ടർമാർ നൽകുന്നൊരു ഉറപ്പുണ്ട്, ഒരിക്കലും ഇത് മണ്ണിടിച്ചിലുണ്ടാവില്ല. കാരണം വളരെ സാങ്കേതികമായ രീതിയിൽ വളർന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മണ്ണിടിക്കാൻ പോകുന്നില്ല എന്നെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ കാലാവസ്ഥ പ്രവചനം എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടും അതിന് വിപരീതമായി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, ഇതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവെന്ന് പറയുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യണം. പ്രകൃതി ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ച് ഏത് ചടങ്ങ് ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. നമ്മുടെ മതപരമായ എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം ആ ഒരു പ്രെയർ എപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കർത്താവ് ഇത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിക്കണേ അല്ലേ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അത് തന്നെയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ആലോചിച്ച് നോക്കുക, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ പഠിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ഇന്നൊരു എക്സാം എഴുതാൻ പോവുകയാണ്, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, എൻ്റെ പരീക്ഷയിലുടനീളം എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതെല്ലാം നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവുമായിട്ട് ഒരു ഡീലിലെത്തുന്നുണ്ട് നമ്മൾ. അതുതന്നെയാണ് ഏത് കാര്യത്തിലാണ്. നമ്മുടെ കാലാവസ്ഥ, നല്ലൊരു കാലാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ അല്ലേ? നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും എന്താണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാത്തത്? നമുക്കിൻ്റെ ആവശ്യങ്ങൾ മാത്രമാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ഈ കാലാവസ്ഥ എന്ന് പറയുന്നതും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ദൈവത്തോട് നന്ദി പറയേണ്ട കാര്യമില്ല അല്ലേ? ചിലയിടത്ത് മഴക്കെടുത്തി കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ദൈവം തീരുമാനിച്ചു ഇന്ന് നല്ലൊരു വെയിൽ കൊടുക്കണം. അതുപോലെ നല്ലൊരു വെയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടി. അതിന് ദൈവത്തിൻ്റേതായ ഒരു പദ്ധതിയുണ്ട്. അത് ആരുടെ നാശത്തിനുള്ളതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് ആരുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, എല്ലാവരെയും മുന്നോട്ട് നയിക്കുവാൻ, എല്ലാവരെയും സമൃദ്ധിയിലേക്ക് എത്തിക്കുവാൻ, അതുപോലെ തന്നെ എല്ലാവരെയും കാത്തു പരിപാലിക്കുന്ന ഒരു പദ്ധതിയാണത്. അപ്പോൾ ആ പദ്ധതിക്ക് വിധേയരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ തമാശ രൂപേണയാണ് ആദ്യമേ വിമർശിച്ചതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അവധി പ്രഖ്യാപിച്ചു, അന്ന് നല്ല വെയിൽ. എന്തിനു വേണ്ടിയാണ് ഈ അവധി കൊടുത്തത് എന്ന് അധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പൽമാരൊക്കെ ചോദിക്കുന്ന സമയമാണ്. കാരണം അവരെ സംബന്ധിച്ച് ഓരോ ദിവസം വളരെ വിലപ്പെട്ടതാണ്. കാരണം ഒരു ദിവസം അവധി കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ ക്ലാസ്സുകളെല്ലാം വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണം. അവരെ പൂർത്തിയാക്കേണ്ട പോർഷൻസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം മറ്റൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ദിവസം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അവരുടെ ആ ഒരു വർഷത്തെ പ്ലാനിങ്ങിനെ മുഴുവൻ അത് തകിടം മറിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്ന് അങ്ങനെ വരില്ല. നമ്മൾ അമിതമായി ഈ സാങ്കേതിക വിദ്യകളിൽ വിശ്വാസം അർപ്പിക്കാതിരിക്കുക. അത് ഏത് സമയത്ത് വേണമെങ്കിലും ഫെയിലാകാം അല്ലേ? എത്ര അഡ്വാൻസ്ഡ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ പോലും ഏത് നിമിഷവും അത് ഫെയിലായി പോകാം. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമെന്ന് പറയുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ നമുക്ക് സാധിക്കില്ല. ഏത് കാര്യത്തിലാണെങ്കിലും, അത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഏത് അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അതിലെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ്. മക്കളെ, അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, യുവാക്കളെ, നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ തീരുമാനത്തോടൊപ്പം മുന്നോട്ട് തിരിക്കുക. ദൈവം തീരുമാനിക്കാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തേക്കുക. ദൈവം എങ്ങനെയാണോ നമ്മളെ നയിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ അല്ലേ? അപ്പോൾ ഒരുപക്ഷെ നമുക്ക് തടസ്സങ്ങളൊക്കെ നേരിട്ടേക്കാം.
എന്തുകൊണ്ടായിരിക്കും തടസ്സം എന്ന് ഓർത്ത് നമ്മൾ ഒത്തിരി തലപൊക്കിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ ഒരു തടസ്സം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നല്ലത് നൽകാനും കർത്താവിന് സാധിക്കും. അത് ഒരുപക്ഷെ പിന്നീട് നിനക്ക് ആഗ്രഹിച്ച ആ ഒരു കാര്യത്തേക്കാൾ വലിയ ഒരു കാര്യമായിട്ട് അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ ഏറ്റെടുക്കുവാനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായിട്ട് മാറട്ടെ. ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ നന്ദി പറയാൻ എനിക്ക് മുമ്പൊന്നും അവസരം കിട്ടിയിട്ടില്ല. എങ്കിലും നന്ദി പറയുകയാണ്. ഇനി തുടർന്നും നമുക്കിതുപോലെ പല വീഡിയോസിലൂടെയും പരസ്പരം സംവാദിക്കാം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചില കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നൊക്കെ ചിലർ വിളിക്കുമ്പോൾ പറയാറുണ്ട്. ഞാനത് കൊടുക്കാത്ത അനാവശ്യമായ വിവാദങ്ങളിലേക്ക് നമുക്ക് പോകാതിരിക്കാം. അതുകൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചില വിമർശനമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനോട് കൂടുതൽ പ്രതികരിച്ച് വീണ്ടും ആളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാത്തത്. പക്ഷേ നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്. കുറേ പേര് ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് വിടാറുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് അറിയാവുന്നവർ മെസ്സേജ് വിടുന്നുണ്ട്. ഓരോ വീഡിയോ കാണുമ്പോൾ ഇത് നന്നായിരുന്നു, ഇത് ഞങ്ങളെ ടച്ച് ചെയ്തൊരു വീഡിയോ ആണ്. അങ്ങനെ പല രീതിയിലുള്ള നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനത്തിന് ഈ നിമിഷം ഞാൻ നന്ദി പറയുകയാണ്. കാരണം നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുക. പരസ്പരം അകറ്റി നിർത്തുന്നവരല്ല, ചേർത്ത് നിർത്തുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം ആവശ്യമാണ്. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ വീഡിയോകളിലൂടെ കാണാം. അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം.